Hi students, Sigma Online Entrance Coaching next chapter ആണ് Determinants. Maths next chapter Determinants. Metrics എന്ന് പറയുന്ന chapter നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഈ Determinants എന്ന് പറയുന്ന chapter problems ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ആ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ റാപ്പിഡ് റിവിഷനിൽ ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന സെക്ഷൻ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ മെയിൻ ഫോർമുലാസും പോയിൻറ്റ്സുകളും നിങ്ങൾ നോട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മളിവിടെ പ്രോബ്ലം ചെയ്യാൻ തുടങ്ങാൻ. ഓക്കെ, എന്താണ് ഡിറ്റർമിനൻസ്? ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് എ മെട്രിക്സ് ഈസ് കോൾഡ് ഡിറ്റർമിനൻസ്. അപ്പോൾ ഒരു മെട്രിക്സിൻ്റെ അസോസിയേഷന് പറയുന്ന പേരാണ് ഡിറ്റർമിനൻസ്. ഡിറ്റർമിനൻറ്റ് സിംഗുലർ ആണ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ മെട്രിക്സിനെ നമുക്ക് സിംഗുലർ മെട്രിക്സ് എന്ന് നമുക്ക് പറയാം. അതേസമയം നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നോൺ സിംഗുലർ എന്ന് പറയാം. ഇനിയിപ്പോൾ ഞാൻ ഈ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ മെയിൻ പോയിൻറ്റ്സുകളുണ്ട്. അതായത് ആ സെൻറ്റൻസ് അങ്ങനെ തന്നെ മെയിൻ പോയിന്റിലേക്ക് നമുക്ക് എഴുതി വെക്കേണ്ടതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 10ഓളം ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ചില ക്വസ്റ്റ്യനൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്, പക്ഷേ എല്ലാ വെറൈറ്റി ക്വസ്റ്റ്യൻസിനെയും ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളിൽ മെയിൻ പോയിൻറ്റ്സ് കണ്ടാൽ ആ പോയിൻറ്റ്സും കൂടി നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഒരു ഇത്തിരി ലെങ്തിയാണ് പറയുമ്പോൾ നമ്പർ ഓഫ് പ്രോബ്ലംസ് കുറവാണ്. ഒരു 26ഓ 27ഓ മറ്റ് പ്രോബ്ലംസേ ഉള്ളൂ. എങ്കിൽ കൂടി കുറച്ചും കൂടി ലെങ്തി ആയിട്ടുള്ളൊരു ക്ലാസ്സാണിത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററാണ് ഡിറ്റർമിനൻസ്. ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞാൽ മെട്രിക്സ് കഴിഞ്ഞിട്ട് ശരിക്കും അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ളൊരു ചാപ്റ്റർ തന്നെയാണ്. ഈ ചാപ്റ്ററിൽ അസോസിയേഷൻ ഓഫ് എ മെട്രിക്സ് ഈസ് കോൾഡ് ഡിറ്റർമിനൻസ്. ഇപ്പോൾ 1, 2, 3, 4 ഇതാണ് ഒരു മെട്രിക്സ് എ എന്ന് പറഞ്ഞാൽ. ഈ മെട്രിക്സ് എയെ അസോസിയേറ്റ് ചെയ്യുക, സിംഗിൾ വാല്യൂ ആക്കുക. അതെങ്ങനെയാണ് സിംഗിൾ വാല്യൂ ആക്കുന്നത്? 1, 2, 3, 4 എന്നെഴുതി ഇതിനെ ഇങ്ങനെ ക്രോസ് ചെയ്തു, അപ്പോൾ 4 കിട്ടി. പിന്നെ അതാ ഇങ്ങനെ, അപ്പോൾ ഇത് മെയിൻ ഡയഗണൽ, ഇത് സബ് ഡയഗണൽ. അപ്പോൾ അതാ നമുക്കിവിടെ അസോസിയേറ്റ് ചെയ്തൊരു സിംഗിൾ വാല്യൂ ആക്കി. ഇതിനാണ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മെട്രിക്സിൻ്റെ അസോസിയേഷനാണ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ഡിറ്റർമിനൻറ്റ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനെ സിംഗുലർ മെട്രിക്സ് എന്നാണ് പറയുക. ഇനി ഡിറ്റർമിനൻറ്റ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നോൺ സിംഗുലർ ആണ്. നോൺ സിംഗുലർ ആണെങ്കിലാണ് ഇൻവേഴ്സ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇൻവേഴ്സ് മെട്രിക്സ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ലോസ് ഉണ്ട്, പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അത് നോക്കിയിട്ട് അതായത് വൃന്ദ വ്ളോഗ്സിൽ പ്ലേലിസ്റ്റിൽ ഡിറ്റർമിനൻസ് നോക്കി എല്ലാ ഫോർമുലാസും എഴുതി വയ്ക്കുക. എന്നിട്ട് മാത്രമേ ഇതിലേക്ക് നോക്കാൻ പറ്റുള്ളൂ. അതിലില്ലാത്ത കുറേ ഫോർമുലാസ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എഴുതുന്നുണ്ട്. അതെല്ലാം ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഫോർ എക്സാമ്പിൾ എ ബി ഹോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് റിവേഴ്സൽ ലോയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒത്തിരി ലോസ് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ആ പോയിൻറ്റിൻ്റെ കൂടെ നിങ്ങൾ എഴുതി വെക്കണം. എന്താണ് എ ഇൻവേഴ്സ്? അതായത് അഡ്ജോയിൻറ്റ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് എ, ഇതിനാണ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അതൊക്കെ ഫോർമുലാസ് ആണ്. അപ്പോൾ ഡിറ്റർമിനൻറ്റ് എ എന്ന് പറഞ്ഞാൽ ഇത് സിംഗുലർ ആണെങ്കിൽ ഇവിടെ 0 വരും. അപ്പോൾ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല. ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വരണം. ഇതൊരിക്കലും 0 ഡിനോമിനേറ്ററിൽ ആവാൻ പാടില്ല. അതെല്ലാം വളരെ വിശദമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് തന്നെ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനൻറ്റ് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ സൈൻ തീറ്റ കോസ് തീറ്റ. ഇത് ഡിറ്റർമിനൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ എഴുതണേ? കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. നമുക്കിതിനെ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടോ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് എന്താ വന്നേ? കോസ് സ്ക്വയർ തീറ്റ. ഇനി ഞാൻ എന്താ ഇത് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ മൈനസ് ഉണ്ട് ഓൾറെഡി. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണെന്ന് നമ്മൾ നേരത്തെ നമുക്കറിയാവുന്നതാണ് അല്ലേ? നമ്മൾ +1 10th പഠിച്ചിട്ടുള്ള സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1. അപ്പോൾ ഇതിൽ ഏതാ ആൻസർ? ഈ ഓപ്ഷനാണ് ആൻസർ, ബി ഓപ്ഷൻ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ, the value of the determinant cos 15 sin 15 sin 75 cos 75. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത cos 15 ഇൻറ്റു cos 75 ഇവിടെ മൈനസ്
sin 15 into sin 75. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ കോസിൻ്റെ ഇവിടെ മൈനസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതാ ഫോമുല വരുന്നത്? നമുക്ക് ഞാൻ ഫോമുല എഴുതുകയാണ്. കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി എന്ന് പറഞ്ഞാൽ കോസ് എ പ്ലസ് ബി ആ, കോസ് എ പ്ലസ് ബി കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരിക? കോസ് ഓഫ് എ പ്ലസ് ബി 15 പ്ലസ് 75. ദാറ്റ് മീൻസ് എന്തോന്നു? കോസ് 90. കോസ് 90 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ആണ്. സോറി 0 ആണ് കോസ് 90. സൈൻ 90 ആണ് 1, കോസ് 90 0 ആണ്. യൂണിറ്റ് സർക്കിൾ നോക്കിയാൽ മതി. യൂണിറ്റ് സർക്കിളിൽ നമുക്കത് ഇങ്ങനെയാണ് യൂണിറ്റ് സർക്കിൾ അല്ലേ? അതായത് ഇവിടെ കോസ് 90 എന്ന് വെച്ചാൽ ഇവിടെ വരുന്നത് നമുക്ക് ഇവിടെ 0 1 0 0 1 ഇങ്ങനെയാണ്. കോസാണ് ആദ്യം വരുന്നത്, രണ്ടാമത് വരുന്നതാണ് സൈൻ. അപ്പം നോക്കി കോസ് 90 അവിടെ നോക്കി 0, കോസ് 90 സൈൻ 90 നമുക്ക് ഇത് നോക്കി മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഈ യൂണിറ്റ് സർക്കിൾ നോക്കിയാൽ ഒരു വിഷമമില്ല. കോസ് കണ്ട, കോസ് 90 0, സൈൻ 90 1. ഇനി കോസ് 0 നോക്കി, കോസ് 0 ഇവിടെ 1 ആണ് കണ്ട. ഇനി സൈൻ 0 നോക്കി 0 ആണ്. അപ്പോൾ നമുക്ക് യൂണിറ്റ് സർക്കിൾ നോക്കിയാൽ വളരെ ഈസി ആയിട്ട് 0 90 180 270 360 ഇതെല്ലാം യൂണിറ്റ് സർക്കിൾ നോക്കിയാൽ വളരെ ഈസി ആയിട്ട് യൂണിറ്റ് സർക്കിൾ നോക്കിയാൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്? ഈ പോയിന്റ് കട്ട് ചെയ്യുന്ന പോയിന്റ് 1 0 ആണെന്ന് എല്ലാവർക്കും അറിയാം. ഈ കട്ട് ചെയ്യുന്ന പോയിന്റോ 0 1 ആണ്. ഈ കട്ട് ചെയ്യുന്ന പോയിന്റോ -1 0 ആണ്. ഈ കട്ട് ചെയ്യുന്ന പോയിന്റോ 0 -1 ആണ്. അപ്പോൾ ഇത് ആദ്യം കോസ് തീറ്റ സൈൻ തീറ്റ ഇതാണ് പെയർ, ഓർഡേഡ് പെയർ. അപ്പോൾ നമുക്ക് കണ്ടോ കോസ് 0 വന്നു കഴിഞ്ഞാൽ 1, കോസ് 90 വന്നാൽ 0, കോസ് 180 വന്നാൽ -1, കോസ് 270 വന്നാൽ, കോസ് 360 വന്നാൽ, അങ്ങനെ ഫസ്റ്റ് കാണുന്നതൊക്കെ കോസിൻ്റെയാണ്, സെക്കൻഡ് കാണുന്നതെല്ലാം സൈനിൻ്റെയാണ്. ഓക്കെ, ഈ ഓർഡേഡ് പെയറിൽ ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ വാല്യൂ കോസ് 90 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതാണ് ഓപ്ഷൻ 0 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Let A be a matrix of order 3 and let delta denote the value of determinant A. Then -2A. A എന്ന് പറഞ്ഞാൽ മെട്രിക്സ് ആണ്, ഓർഡർ 3 ആയിട്ടുള്ള മെട്രിക്സ് ആണ്. അപ്പോൾ ഈ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഉള്ളിൽ നമുക്കൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഓർഡർ 3 ആണ്, 3 3 3 എന്ന് ഞാനിവിടെ എഴുതിയെന്ന് നോക്കിയാൽ ഇനി ഇവിടെ 2 2 2 അല്ലെങ്കിൽ 4 4 4 എന്ന് എഴുതി കഴിഞ്ഞാൽ മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും ഔട്ട് സൈഡിൽ എടുക്കാൻ പറ്റില്ലല്ലോ. അതേസമയം ഡിറ്റർമിനൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കോളത്തിൽ ഇതിൽ നിന്ന് 3 ഔട്ട് സൈഡിൽ എടുക്കാം, ഇതിൽ നിന്ന് 2 ഔട്ട് സൈഡിൽ എടുക്കാം, ഇതിൽ നിന്ന് 4 ഔട്ട് സൈഡിൽ എടുക്കാം. ഇത് കോമൺ ആയിട്ട് മെട്രിക്സിനാണെങ്കിൽ എല്ലാത്തിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട് സൈഡിൽ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കണം. മെട്രിക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു സ്കെയിലാർ ഔട്ട് സൈഡിൽ എടുക്കണമെങ്കിൽ എല്ലാത്തിലും അത് കോമൺ ആയിട്ടുണ്ടാകണം. ഡിറ്റർമിനൻസിലാണെങ്കിൽ ഒരു റോയിൽ അല്ലെങ്കിൽ ഒരു കോളത്തിൽ മാത്രം നമുക്കത് കോമൺ ആയിട്ട് ഉണ്ടായാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും വരാം. അതായത് ലെറ്റ് എ ബി എ മെട്രിക്സ് ഓഫ് ഓർഡർ 3. ഓർഡർ 3 ആയിട്ടുള്ള ഏതോ ഒരു മെട്രിക്സ് ആണ് എ. അപ്പോൾ മെട്രിക്സ് ആണ്, ഇതാണ് നോക്കേണ്ടത്. ആൻഡ് ഡെൽറ്റ ഡിനോട്ട് ദ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനൻറ്റ് എ. അപ്പോൾ ഡെൽറ്റ എന്ന് പറഞ്ഞതാണ് ഈ മെട്രിക്സിൻ്റെ വാല്യൂ. കണ്ടോ, ഈ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ വാല്യൂ ആണ് ഡെൽറ്റ. ദെൻ -2A. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു മൈനസ് ഉണ്ട്. എ എന്ന് പറയുന്ന മെട്രിക്സിലേക്കാണ് 2 കൊടുക്കേണ്ടത്. അപ്പോൾ അതെ, ഇതിലെല്ലാ എലമെൻറ്റ്സിലേക്കും 2 കൊടുക്കണം, -2. അപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് -2 ഔട്ട് സൈഡിൽ എടുക്കാം, ഇതിൽ നിന്ന് ഒരു -2 എടുക്കാം, ഇതിൽ നിന്ന് 3ൽ നിന്നും ഡിറ്റർമിനൻറ്റ് എ ഫൈൻഡ് ചെയ്യുമ്പോൾ മൈനസ് ഔട്ട് സൈഡിൽ എടുക്കാം. ഓക്കെ, അപ്പം -2 4 ഇവിടെ +4 4 -8 വന്നു. പിന്നെ അപ്പം കിട്ടുന്നത് എന്താ? അതിൻ്റെ വാല്യൂ ഡെൽറ്റയാണ്. അപ്പം നമുക്കിവിടെ ആൻസർ എന്താ വരുന്നത്? എ ഓപ്ഷനാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്, -8 ഡെൽറ്റ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇഫ് എ ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n, KA determinant KA that is equal to dash. If A is a square matrix, A ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്, ഓർഡർ n ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനൻറ്റ് K. അപ്പോൾ ഇത് n ആണെങ്കിൽ ഇതിൽ നിന്ന് ഔട്ട് സൈഡിലേക്ക് എടുക്കുമ്പോൾ, നേരത്തെ നമ്മൾ കാണിച്ചില്ലേ ഒരു മെട്രിക്സ് ഔട്ട് സൈഡിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്താ, ഓർഡർ n ആണ്, ഓരോന്നിന്നും നമുക്ക് ഔട്ട് സൈഡിലേക്ക് എടുക്കാൻ പറ്റും മെട്രിക്സ് ഓരോന്നിന്നും.
അപ്പോൾ എത്ര ഓർഡർ ആണോ, 3 ഓർഡർ ആണെങ്കിൽ -2 എത്ര പ്രാവശ്യം നേരത്തെ ക്വസ്റ്റ്യനിൽ വന്നു? 3 പ്രാവശ്യം വന്നു. അപ്പോൾ nth ഓർഡർ ആണെങ്കിൽ എത്ര വരും? n ടൈംസ് വരും. അപ്പോൾ കെ എന്ന് പറയുന്ന മെട്രിക്സ് n ടൈംസ് ഔട്ട് സൈഡിൽ എടുക്കാൻ പറ്റും. ഈ മെട്രിക്സിൻ്റെ ഉള്ളിൽ നിന്ന് ഈ വാല്യൂ എങ്ങനെയാണ് മനസ്സിലായോ? അതായത് നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ 2 എങ്ങനെയാണ് നമ്മൾ 3 പ്രാവശ്യം ഔട്ട് സൈഡിൽ എടുത്തപ്പോഴാണ് -8 വന്നേ. അപ്പോൾ ഓർഡർ n ആണെങ്കിൽ എത്ര പ്രാവശ്യം 2 എടുക്കാം? 2n ടൈംസ്. ആ 2ൻ്റെ സ്ഥാനത്ത് ഇവരിവിടെ തന്നിരിക്കുന്നത് k ആണ്. അപ്പോൾ k⁻n. ഓക്കെ, എന്നിട്ട് ഡിറ്റർമിനൻ്റ് വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ബി ഓപ്ഷനാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ, ഇതാണ് ബി ഓപ്ഷൻ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ജനറലായിട്ട് ഈ ഒരു സാധനം നിങ്ങൾക്ക് ഫോമുല പോലെ എഴുതി വെക്കണം. അപ്പോൾ നേരത്തെ ഫോമുലയുടെ പേജിലേക്ക് ഈ ഒരെണ്ണം എഴുതി വെക്കുക, ഫോമുല ആണിത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ ആൻഡ് ബി ആർ സ്ക്വയർ മെട്രിസസ് ഓഫ് ഓർഡർ 3 such that determinant A equal to -1, determinant B equal to 3, then the determinant value of the matrix 3AB is equal to. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഡിറ്റർമിനൻറ്റ് എ ദാറ്റ് ഇസ് ഈക്വൽ ടു -1 ആണ്, ഡിറ്റർമിനൻറ്റ് ബി ദാറ്റ് ഇസ് ഈക്വൽ ടു 3 ആണ്. ദെൻ ദ ഡിറ്റർമിനൻറ്റ് വാല്യൂ ഓഫ് ദ മെട്രിക്സ് ആണിത്. മെട്രിക്സ് ആകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്താ 3 ഇൻറ്റു നമ്മൾ മെട്രിക്സ് 3AB കൊടുക്കണം. അപ്പോൾ ഈ 3AB എന്ന് പറയുന്ന മെട്രിക്സിലേക്ക് എല്ലാത്തിലേക്കും കൊടുക്കുമ്പോൾ 3 നേരത്തെ കെയുടെ പറഞ്ഞ പോലെ 3³ ഓർഡർ 3 ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ 3³ ഔട്ട് സൈഡിൽ എടുത്താൽ ആണ് ഡിറ്റർമിനൻറ്റ് AB ആവുക. ഓക്കെ, അപ്പോൾ 3³ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് A ഇൻറ്റു ഡിറ്റർമിനൻറ്റ് B. അതായത് നമുക്കറിയാം AB എന്ന് പറയുന്ന ഡിറ്റർമിനൻറ്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് A ഇൻറ്റു ഡിറ്റർമിനൻറ്റ് B ആണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി 27 ആയി. 3 × 3 × 3. ഇനി ഡിറ്റർമിനൻറ്റ് എയുടെ വാല്യൂ എന്താ? -1. ഡിറ്റർമിനൻറ്റ് ബിയുടെ വാല്യൂ എന്താ? 3. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ -81 ആൻസർ കിട്ടി. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ തന്നിരിക്കുകയാണ് ഇഫ് L, M and N are real numbers such that L² plus M² plus N² that is equal to 0, then നമുക്ക് ഡിറ്റർമിനൻറ്റ് തന്നിട്ട് ഈസ് ഈക്വൽ ടു ദിസ്. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യാൻ എൻട്രൻസ് മോഡൽ ക്വസ്റ്റ്യൻ, എൻട്രൻസിന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ് ആണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് എടുക്കും. പക്ഷെ അത്രയും സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാനില്ല. അപ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും സൂത്രം ഉപയോഗിക്കണം. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന സൂത്രമാണ്. അതായത് L, M, N ആ റിയൽ നമ്പേഴ്സ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതൊരു റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ റിയൽ നമ്പറിൽ പെടില്ലേ 0. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലും എമ്മും എന്നും റിയൽ നമ്പേഴ്സാണ്, ഇത് 0 ആണെന്ന് എടുക്കുക. ഓക്കെ, ഈ നമ്പേഴ്സ് 3ഉം 0 ആണെന്ന് എടുത്തു. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്യാം? 1 ഇത് കണ്ടോ 0 ആണ്, 0 0 0, ഇവിടെ 1 0 0 0 1. ഓക്കെ, അതായത് എല്ലും എമ്മും 0. അപ്പോൾ ഇത് 0 ഇത് 0 ഇത് 0 ഇതൊക്കെ 0 ആണ്, റിയൽ നമ്പേഴ്സാണ്. ഒരു ഓപ്ഷനാണ്, ട്രിക്കാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ 1 ആണ്. ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ വാല്യൂ എന്താണ്? 1. അപ്പോൾ ഇവിടെ 1 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ നോക്കി. ഓക്കെ, ഇതാണ് ഓപ്ഷൻ 1. ഇങ്ങനെ തന്നിരിക്കുന്ന കാരണം അത് ദിസ് ആർ റിയൽ നമ്പേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 6th ആൻസർ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ബി ഓപ്ഷൻ. അപ്പോൾ നിങ്ങളിത് ഇനി ശരിക്കും എക്സ്പാൻഡ് ചെയ്ത് നോക്കി. ശരിക്കും എക്സ്പാൻഡ് ചെയ്ത് ചെയ്യുമ്പോൾ ഒത്തിരി ടൈം പിടിക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1 കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7th ക്വസ്റ്റ്യൻ ആണ്. ഇഫ് A equal to log x -1 minus log x 2 and if determinant A equal to 2, then the value of x is equal to നമുക്കിവിടെ വേണം. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് A 2 ആണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഡിറ്റർമിനൻറ്റ് A എടുക്കാൻ പോവാം. ഡിറ്റർമിനൻറ്റ് A ദാറ്റ് ഇസ് ഈക്വൽ ടു ഇതിനെ ഇങ്ങോട്ട് ക്ലോസ് ചെയ്താൽ 2 log x മൈനസും മൈനസും കൂടി പ്ലസ് ആയി. അപ്പോൾ പ്ലസ് ആയി വീണ്ടും മൈനസ് ആണ്. അപ്പോൾ ലോഗ് എക്സ് വന്നു ഡിറ്റർമിനൻറ്റ് എ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 2 ആണെങ്കിൽ 2 log x മൈനസ് ലോഗ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 log x ആണ്. ഓക്കെ, ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടേ. ലോഗ് ഇവിടെ നിന്ന് മാറണമെങ്കിൽ e raised to എടുത്താൽ മതി. അപ്പോൾ E² ദാറ്റ് ഇസ് ഈക്വൽ ടു e raised to log x. ഓക്കെ,
ഇ റേസ് ടു ലോഗ് എക്സ് ആണെങ്കിൽ ഒരു ഫോമുല ഉണ്ട്, ഇ റേസ് ടു ലോഗ് ടി എന്ന് പറഞ്ഞാൽ ടി ആണ്. ഈ ഫോമുല എഴുതി വെക്കണേ, പ്രത്യേകം എഴുതി വെക്കണം, നോട്ട് ചെയ്യണം. അപ്പോൾ ഇത് പലപ്പോഴും നമുക്ക് ആവശ്യം വരുന്നതാണ്. ഇ റേസ് ടു ലോഗ് ടി എന്ന് പറഞ്ഞാൽ ടി ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടി? ഇ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇവിടെ എന്താണെന്ന് നോക്കൂ, ഈ ഓപ്ഷനാണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലെറ്റ് എ ദാറ്റ് ഇസ് ഈക്വൽ ടു 5 ആൽഫ ആൽഫ 0 ആൽഫ 5 ആൽഫ 0 0 5. ഇതൊരു മെട്രിക്സ് ആണ്. ഇഫ് എ സ്ക്വയർ ഡിറ്റർമിനന്റ് എ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു 25 then ഡിറ്റർമിനന്റ് ആൽഫ ഈസ് ഈക്വൽ ടു, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഡിറ്റർമിനന്റ് എ ഫൈൻഡ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ നോക്കി, ഇത് ഡയഗണലാണ് അല്ലേ? ഈ ഡയഗണൽ ആണെങ്കിൽ ഡയഗണൽ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണിത്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിൽ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിലും ട്രയാങ്കിൾ ഒന്ന് വരച്ച് നോക്കിയാൽ മതി. നമുക്ക് ഈ മെയിൻ ഡയഗണലിൻ്റെ പ്രോഡക്റ്റാണ് ഡിറ്റർമിനന്റ് എ. ഓക്കെ, അപ്പോൾ 5 × 5 × ആൽഫ, അതാണ് ഡിറ്റർമിനന്റ്. അപ്പോൾ ഡിറ്റർമിനന്റ് എ ദാറ്റ് ഇസ് ഈക്വൽ ടു 25 ആൽഫ. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്കിവിടെ തന്നിരിക്കുന്നത് നോക്കി, ഡിറ്റർമിനന്റ് എ, അതായത് നോക്കി ഡിറ്റർമിനന്റ് എ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു 25 എന്ന് തന്നിട്ടുണ്ട്. അതായത് ഡിറ്റർമിനന്റ് എ സ്ക്വയർ എന്ന് വെച്ചാൽ ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് എ ആണ് ഡിറ്റർമിനന്റ് എ സ്ക്വയർ. ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് 25 ആണ്. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ നമുക്ക് എന്ത് ചെയ്യുന്നു, 2 എന്ന് കൊടുക്കാം. ഫ്രം 1 and 2 ഞാൻ ഈ 1ൻ്റെ സ്ഥാനത്ത് കണ്ടോ ഡിറ്റർമിനന്റ് എ ഇവിടെ കൊടുക്കുകയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആൽഫയുടെ വാല്യൂ ആണ് നമ്മളോട് ചോദിക്കുന്നത്, ഡിറ്റർമിനന്റ് ആൽഫ. അപ്പോൾ നമുക്കിവിടെ ഫ്രം 1 and 2 നമുക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് ആൽഫ ഫൈൻഡ് ചെയ്യാം? ഡിറ്റർമിനന്റ് എ എന്ന് പറഞ്ഞാൽ 25 ആണ്. ഞാൻ ഫ്രം 1 and 2 ചെയ്തിട്ട് 25 ആൽഫ, ഇവിടെ 25 ആൽഫ ദാറ്റ് ഇസ് ഈക്വൽ ടു 25 എന്ന് കൊടുത്തു ഫ്രം 1 and 2. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ഒരു 25 കട്ട് ചെയ്ത് പോയി, ഇവിടെ കട്ട് ചെയ്ത് പോയാൽ ഇവിടെ 1 വരും. ഓക്കെ, അപ്പോൾ ആൽഫ ഇൻറ്റു ആൽഫ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു 1/25 വന്നു. അപ്പോൾ ആൽഫ ദാറ്റ് ഇസ് ഈക്വൽ ടു 1/5 നമുക്ക് ആൻസർ വന്നു. ഓക്കെ, പ്ലസ് ഓർ മൈനസ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷനിൽ നോക്കി 1/5 ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ മൈനർ ഓഫ് A22 ഓഫ് ദ മെട്രിക്സ് ദിസ്. ഈ A22 എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ മൈനർ, നമുക്ക് ഏതൊരു മെട്രിക്സിനും ഒരു മൈനറിൻ്റെ ഓർഡർ അല്ലേ? മൈനർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ കാണിക്കാം. A11 A12 A13 A21 A22 A23 A31 A32 A33. ഇതാണ് ഒരു മെട്രിക്സ് അല്ലേ? ഒരു 3 ഓർഡർ ആയിട്ടുള്ള ഒരു മെട്രിക്സ് ആണ് ഞാൻ ഈ തന്നിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ മൈനർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ A11ൻ്റെ മൈനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോളവും റോയും ഡിലീറ്റ് ചെയ്തിട്ട് ഇത്രയും ഭാഗത്തിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂവിന് പറയുന്ന പേരാണ് മൈനർ. ഓക്കെ, പിന്നെ അത് കോഫാക്ടർ ആവണ എങ്ങനെയാണ്? ആദ്യം പ്ലസ്, പിന്നെ മൈനസ്, പിന്നെ പ്ലസ്, പിന്നെ മൈനസ്, പ്ലസ് മൈനസ്, പ്ലസ് മൈനസ്, പ്ലസ്. ഈ ഓർഡർ അതിൻ്റെ ഉള്ളിലേക്ക് മൈനറിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കോഫാക്ടർ ആവും. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് A22ൻ്റെ മൈനർ എന്താണ്? A22 എന്ന് പറഞ്ഞെങ്കിൽ 3. അപ്പോൾ 3യുടെ മൈനർ, അപ്പോൾ ഈ റോയും ഈ കോളവും കഴിഞ്ഞാൽ നമുക്കിവിടെ വരുന്നത് എന്താണെന്ന് നോക്കി. ഇവിടെ 1 2 ഉണ്ടോ, ഇതും ഇതും. അപ്പോൾ 1 9. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് 9 - 2 നമുക്കിവിടെ വരുന്നത് മൈനർ എന്ന് പറഞ്ഞാൽ 7 ആണ്. ഓക്കെ, മൈനർ A22ൻ്റെ മൈനർ. A22ൻ്റെ കോഫാക്ടർ ആണെങ്കിലോ അതിൻ്റെ ഉള്ളിലേക്ക് പ്ലസ് സൈനാണ് ചെല്ലേണ്ടത്. അപ്പോൾ പ്ലസ് സൈൻ ചെയ്യുന്ന കോഫാക്ടറും 7 തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് എ ഫോർ വിച്ച് ദ മെട്രിക്സ് എ ഈക്വൽ ടു A2 2 4 ഈ സിംഗുലർ കണ്ടോ, ഇത് ഇൻവെർട്ടഡ് കോമയിൽ. അപ്പോൾ എന്താ ക്ലിയർ ആയ ക്വസ്റ്റ്യൻ? ദ വാല്യൂ ഓഫ് എ ഫോർ വിച്ച് ദ മെട്രിക്സ്, ഈ മെട്രിക്സ് ആണെങ്കിൽ ഈ എയുടെ വാല്യൂ ഇതെന്താ തന്നിരിക്കുന്നത്? സിംഗുലർ ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡിറ്റർമിനൻറ്റ് എ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യണേ? ഡിറ്റർമിനൻറ്റ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4a - 4a. സിംഗുലർ ആണെങ്കിൽ ഇത് 0 ആണ്. അപ്പോൾ 4 - a - 1. അപ്പോൾ ഇത് ഇങ്ങോട്ട് ഒന്ന് 0 ആയി. 0 ദാറ്റ് ഈസ് ഈക്വൽ ടു a - 1 വിച്ച് ഇംപ്ലൈസ് a ഈക്വൽ ടു 1.
അപ്പോൾ 10th ഓപ്ഷൻ ഏതാണ്? ബി ഓപ്ഷനാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ ഈക്വൽ ടു Aij is a 4x4 matrix and Cij is the cofactor of the element Aij in determinant A, then the expression. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിലേത് എക്സ്പ്രഷനാണ്, എന്തിനാണ് ഇത് ഈക്വൽ? എക്സ്പ്രഷൻ A11 C12 ഇവിടെ A12 C1 കണ്ടോ, ഇത് രണ്ടും സെയിം. 11 11 12 12 13 13 14 14 ഇത് എന്തിനാണ് ഈക്വൽ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതേ നേരത്തെ ഞാൻ കാണിച്ചു തന്നത് നോക്കിയാൽ മതി. A11 കണ്ടോ, A12 A13 ഇതിൻ്റെ ഓരോന്നിൻ്റെയും കോഫാക്ടർ ഫൈൻഡ് ചെയ്താൽ, നമ്മൾ മൈനർ എന്താണെന്ന് പറഞ്ഞു, ഈ സൈനും കൂടി ചെന്നാൽ കോഫാക്ടർ, ഈ കോഫാക്ടർ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ നമ്മൾ C11 അതേപോലെ C12 മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതിൻ്റെ വാല്യൂ ആണ് ഡിറ്റർമിനൻറ്റ് എ. ഇനി അതല്ല, ഇതാണ് നമ്മൾ എടുത്തേക്കണമെങ്കിൽ കോഫാക്ടർ ഓഫ് A31 ഇൻറ്റു C31 പ്ലസ് AC കണ്ടോ 32 ഇൻറ്റു C32 പ്ലസ് A33 ഇൻറ്റു C33. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ ഡിറ്റർമിനൻറ്റ് എ ഫൈൻഡ് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ്? ഡിറ്റർമിനൻറ്റ് എ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ വാട്ട് വാല്യൂ ഓഫ് എക്സ് ദ മെട്രിക്സ് 6 - x 4 3 - x 1 ഈ സിംഗുലർ. ഇതൊരു സിംഗുലർ ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്താണ്? സിംഗുലർ ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പറഞ്ഞേക്കണ വാല്യൂ? 0 ആണെന്നാണ്. അപ്പോൾ ഈ ഡിറ്റർമിനൻറ്റ് എ ആണെങ്കിൽ ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 - x. ഓക്കെ, ഇത് 6 - x ആണ്. -4 ഇൻറ്റു 3 - x ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ വാല്യൂ ചെയ്താൽ മതി. അപ്പോൾ ഈ കാൽക്കുലേഷൻ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? 6 - x -12 മൈനസ് ഓഫ് മൈനസ് പ്ലസ് 4x ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നിന്ന് -6 ഇവിടെ എന്തോന്നു പ്ലസ് 3x ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതായത് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 3x. അപ്പോൾ x ദാറ്റ് ഈസ് ഈക്വൽ ടു 6/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് ഇവിടെ 2 എന്ന് പറയുന്ന ഒരു ആൻസർ ഉണ്ടോ നോക്കൂ. 2 എന്ന് പറയുന്ന ആൻസർ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് 2 വന്നേക്കണേ? വെറുതെ സിംപ്ലി ഞാൻ എന്ത് ചെയ്തു, അതിനെ ഡിറ്റർമിനൻറ്റ് ഇതിനെ ക്രോസ് ചെയ്തു, ഇതിനെ ക്രോസ് ചെയ്തു, വാല്യൂ അവിടെ എടുത്തു. ഓക്കെ, എക്സിൻ്റെ വാല്യൂ ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഹാവ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യാത്ത കണ്ടീഷൻ. നമുക്ക് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എ ഇൻവേഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു അഡ്ജോയിൻറ്റ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് എ. ഒരിക്കലും ഡിറ്റർമിനൻറ്റ് എ 0 ആവാൻ പാടില്ല. ഡിറ്റർമിനൻറ്റ് എ 0 ആണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു അതിനെ നമ്മൾ എന്താ പറയുന്നത്? സിംഗുലർ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഡിറ്റർമിനൻറ്റ് എ 0 ആണെങ്കിൽ അതെന്താണ്? സിംഗുലർ. അപ്പോൾ നമുക്ക് ഡിറ്റർമിനൻറ്റ് എ 0 ആവാൻ പാടില്ലാത്ത കണ്ടീഷൻ ഇതിലുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇത് നോക്കി, 6 -6 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഏതാ കറക്റ്റ് ഓപ്ഷൻ? സി എന്ന് പറയുന്നതാണ് കറക്റ്റ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if D is the determinant of the square matrix A of order n, then the determinant of its adjoint is. ഇതൊരു സെൻറ്റൻസ് ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്, ഫോർമുലയാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്ത് നോക്കിയാൽ വളരെ നന്നായിട്ട് മനസ്സിലാവും. ഇപ്പം നമുക്ക് ഒരു മെട്രിക്സ് തന്നു, ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് നമ്മൾ ഫൈൻഡ് ചെയ്തു. ഇപ്പോൾ ഡിറ്റർമിനൻറ്റ് അത് D ആണെങ്കിൽ അല്ലെങ്കിൽ 2 ആണെങ്കിൽ നമുക്ക് അതിൻ്റെ അഡ്ജോയിൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അഡ്ജോയിൻറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ D⁻n-1 ആയിരിക്കും ആൻസർ. അപ്പോൾ 2 ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ n-1 ഓർഡർ എന്താണോ അതിൻ്റെ നമുക്കിപ്പോൾ ഏതാണോ അത് -1 ആയിരിക്കും. അപ്പോൾ 2 ആണെങ്കിൽ 2-1. ഇനി ഇവിടെ ഓർഡറിനെ ഡിപ്പെൻഡ് n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ്? ഓർഡറാണ്. അപ്പോൾ ഏത് ഓർഡർ? അപ്പോൾ 3 ആണ് ഓർഡർ എന്ന് വെച്ചാൽ 2⁻3-1 ദാറ്റ് മീൻസ് 2⁻2. അപ്പോൾ എന്താണ് ആൻസർ? 4 ആണ്. ഇനി ഇവിടെ 3 ആണ് എന്നുണ്ടെങ്കിൽ ഓർഡർ നമുക്ക് എപ്പോഴും +2 അധികവും ഓർഡർ 2ഉം ഓർഡർ 3യും മാത്രമേ നമുക്കുള്ളൂ അല്ലേ? 1 2 3 4 ഇത് ഓർഡർ 2 ആണ്. ഇനി 1 2 3 1 2 3 1 2 3 ഇത് ഓർഡർ 3 ആണ്. ഈ 2 ടൈപ്പിലുള്ള ഓർഡേഴ്സാണ് നമുക്കുള്ളൂ. ഇപ്പോൾ ഈ ഓർഡർ 2 ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എന്താ വരുന്നത്? ഏതാ 2 ആണ് നമ്പർ എന്ന് നോക്കിയാൽ അപ്പോൾ 2-1 2 തന്നെയാണ് ആൻസർ. ഇനി ഓർഡർ
3 ആണെങ്കിൽ 3 - 1, അപ്പോൾ നമുക്ക് എന്താ 2^2, ദാറ്റ് മീൻസ് 4 ആയിരിക്കും ആൻസർ. അപ്പോൾ ഏത് നമ്പർ ആണോ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ, അപ്പോൾ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ കണ്ടാൽ മതി. അപ്പോൾ ഇത്ര എളുപ്പമുണ്ട്. ശരിക്കും അഡ്ജോയിൻ്റ് എങ്ങനെയാണ് കാണുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പോൾ വലിയൊരു മെട്രിക്സ് തന്നു 3 ഓർഡർ, ഇതിൻ്റെ നമ്മൾ എന്ത് ചെയ്യണം, കോഫാക്ടർ എടുക്കണം. എല്ലാത്തിൻ്റെയും മൈനർ എടുത്തിട്ട് കോഫാക്ടർ സൈൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ നമുക്ക് ആദ്യം മൈനർ വേണം. മൈനർ കഴിഞ്ഞിട്ട് സൈൻ കൊടുത്തു കഴിഞ്ഞാൽ കോഫാക്ടർ ആകും. കോഫാക്ടറിൻ്റെ ട്രാൻസ്പോസിനെയാണ് അഡ്ജോയിൻ്റ് എന്ന് പറയുക. അപ്പോൾ 1, 2, 3 സ്റ്റെപ്സ് ചെയ്യണം. അതിനു മുമ്പ് ഡിറ്റർമിനൻറ്റ് എ ഫൈൻഡ് ചെയ്യണം. കാരണം ഇതൊക്കെ ചെയ്യണമെന്ന് അറിയണ്ടേ. ഇപ്പോൾ ഡിറ്റർമിനൻറ്റ് എ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഇതൊന്നും വേണ്ട, ഡിറ്റർമിനൻറ്റ് എ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അഡ്ജോയിൻറ്റിൻ്റെ വാല്യൂ കിട്ടും. അതിൻ്റെ ഫോർമുലയാണിത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കണം, ഫോർമുലയായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് എ ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3 ആൻഡ് ഡിറ്റർമിനൻറ്റ് എ ഈക്വൽ ടു 8, ദെൻ അഡ്ജോയിൻറ്റ് എ ദറ്റ് ഈസ് ഈക്വൽ ടു, ഇതും ഒരു ഫോർമുലയാണ്. ഓക്കെ, ഈ ഫോർമുലയിൽ നമുക്കിവിടെ നിന്ന് എന്താ പറഞ്ഞേക്കണേ, ഫോർമുല അപ്ലൈ ചെയ്യുന്നതാണ്. ഡിറ്റർമിനൻറ്റ് എ എന്ന് പറഞ്ഞാൽ 8 ആണ്. ഓക്കെ, ഡിറ്റർമിനൻറ്റ് എ 8 ആണെങ്കിൽ അഡ്ജോയിൻറ്റ് എ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 8ൻ്റെ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഇത് എന്നാണെന്നുണ്ടെങ്കിൽ എന്നിൻ്റെ സ്ക്വയർ ആയിരിക്കും. ഇതൊരു ഫോർമുലയാണ് ആക്ച്വലി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. അപ്പോൾ അഡ്ജോയിൻറ്റ് ഡിറ്റർമിനൻറ്റ് നമുക്ക് എപ്പോൾ എളുപ്പം ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇത് ചെയ്ത പോലെ തന്നെ ഇപ്പോൾ ഇവിടെ തന്നേക്കാണ് 8 ആണോ, ഇവിടെ പറഞ്ഞേക്കണത് ഓർഡർ 3 ആണ്. അപ്പോൾ സെയിം ഫോർമുല തന്നെയല്ലേ ഇത്, കണ്ടോ. ഈ സാധനം ഒന്നാണ്. ഇവിടെ ഫോർമുലയായിട്ട് എഴുതി വെക്കുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടോ, 3 - 1. അപ്പോൾ 8 3 - 1, അതായത് 8ൻ്റെ സ്ക്വയർ. അപ്പോൾ ഈ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്തത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയില്ലേ, ഇതിൻ്റെ ആപ്ലിക്കേഷനാണിത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫോർമുല നിങ്ങളവിടെ നോട്ട് ചെയ്ത് വെക്കണം. ഒരു എക്സാമ്പിൾ ഇത് എഴുതി വയ്ക്കുക. അപ്പോൾ ആൻസർ 8². ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3, then adjoint A equal to dash. If A is a square matrix of order 3, order 3 ആണെങ്കിൽ then adjoint of A, അപ്പോൾ adjoint of A എത്രയായിരിക്കും? നിങ്ങൾക്കത് നേരത്തെ ക്വസ്റ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ തന്നെയല്ലേ ഈ ക്വസ്റ്റിനും. ഓർഡർ 3 ആണെന്നുണ്ടെങ്കിൽ ആൻസർ ഇതാണ്. കാരണം ഇങ്ങനെ വന്നേക്കണേ, നമ്മളോട് പറഞ്ഞു D⁻n−1. അതൊക്കെ തന്നെ. അവിടെ ഡി എന്ന് വെച്ചാൽ ഡിറ്റർമിനൻറ്റ് എ റേസ് ടു, ഇപ്പോൾ 3 - 1, അതായത് ഡിറ്റർമിനൻറ്റ് എ റേസ് ടു 2. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, വീണ്ടും പല രീതിയിൽ ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ്, ഇത് അഡ്ജോയിൻ്റ് ഓഫ് എ മെട്രിക്സ് എ ഈസ്. എങ്ങനെയാണ് ഈ മെട്രിക്സ് ഓർഡർ 2ൻ്റെ അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അഡ്ജോയിൻറ്റ് കാണുന്നത്? ആദ്യം ഈ മെട്രിക്സ് എ ദറ്റ് ഇസ് ഈക്വൽ ടു 1, 2, 3, 4. ഇനി ഇത് എളുപ്പമാർഗ്ഗമാണ് അഡ്ജോയിൻറ്റ് കാണാനായിട്ട്. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, കോഫാക്ടർ മെട്രിക്സ് എടുക്കുക. കോഫാക്ടർ മെട്രിക്സ് എടുത്ത് കഴിയുന്നത് ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് പരസ്പരം ഈ മെയിൻ ഡയഗണൽ പരസ്പരം ഒന്ന് ചേഞ്ച് ചെയ്യുക. ഇനി ഈ സബ് ഡയഗണൽ പരസ്പരം ചേഞ്ച് ചെയ്യുക. ഇവിടെ 3 വന്നു, ഇവിടെ 2 വന്നു. ഓക്കെ, ഇനി ഇവിടെ എന്ത് ചെയ്യുക, സൈൻ ഇതിൻ്റെ സൈൻ ചെയ്യുക. കാരണം എന്തുകൊണ്ടാണ്, ഇവിടെ A11, A12, A21, A22 എന്നാണ്. അപ്പം ഇത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ ഈവനാണ്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് വന്നത്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ ഓഡാണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ ഓഡാണ്. അപ്പം -1/i+j എന്നാണ്. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത് ആഡ് ചെയ്യുമ്പോൾ ഓഡാണെങ്കിൽ അതൊക്കെ നെഗറ്റീവ്, ഈവൻ ആണെങ്കിൽ അതൊക്കെ പ്ലസ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് രണ്ടും നെഗറ്റീവ് കിട്ടുക. അപ്പോൾ കോഫാക്ടർ മെട്രിക്സ് കിട്ടി. ഇനി നമുക്ക് അഡ്ജോയിൻ മെട്രിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ട്രാൻസ്പോസ്. അപ്പോൾ 4, -3, -2, 1. ഇതാണ് നമുക്ക് അഡ്ജോയിൻ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കൂ. ഓക്കെ, അതായത് 4, -2, 3 ബി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ ഈസ് എ നോൺ സിംഗുലർ മെട്രിക്സ്, അത് നോൺ സിംഗുലർ മെട്രിക്സ്, ദാറ്റ് മീൻസ് ഡിറ്റർമിനൻറ്റ് എ നോട്ട് ഈക്വൽ ടു 0. നോൺ സിംഗുലർ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം ഡിറ്റർമിനൻറ്റ് എ നോട്ട് ഈക്വൽ ടു 0.
ആൻഡ് എ സ്ക്വയർ ഈക്വൽ ടു ഐ. എ സ്ക്വയർ ഐ ആണ്. ദസ് എ ഇൻവേഴ്സ് ഈസ് ഡാഷ്. അപ്പോൾ നോക്കി, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എ ഇൻവേഴ്സ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. എ സ്ക്വയർ ഐ ആണെങ്കിൽ എ ഇൻറ്റു എ ഇൻവേഴ്സ് ഉണ്ടോ, എ ഇൻറ്റു എ സ്ക്വയർ ഇതാണ് 1. ഇത് ഐ മെട്രിക്സാണ്. അപ്പോൾ ഇവിടെ ഒരെണ്ണം എ ഇൻവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എ ഇൻവേഴ്സ് ഈസ് എ തന്നെയാണ്. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ തന്നെയാണ്. അപ്പോഴാണ് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ മെട്രിക്സ് കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ, എ ഓപ്ഷനാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഓൾവേസ് ഫോർ എനി ടു നോൺ സിംഗുലർ മെട്രിസസ് എ ആൻഡ് ബി ഓഫ് സെയിം ഓർഡർ? അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഏതാണ് നോക്കി, ടു നോൺ സിംഗുലർ മെട്രിക്സസ് എ ആൻഡ് ബി ഓഫ് ദ സെയിം ഓർഡർ, ഏതാണ് ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്? എ ബി ദറ്റ് ഇസ് ഈക്വൽ ടു ബി ആണോ? നിങ്ങൾക്കറിയാം ഇതല്ല, ഒരിക്കലും പോസിബിൾ അല്ല. പിന്നെ എന്താണ് എ ബി ട്രാൻസ്പോസ് എ ബി ട്രാൻസ്പോസ് ദറ്റ് ഇസ് ഈക്വൽ ടു ശരിയാണോ? ഇതും ശരിയല്ല കേട്ടോ, ഇതും ശരിയല്ല. അപ്പോൾ നമുക്ക് ഇത് റിവേഴ്സൽ ലോ, ഇതാണ് എ ബി ഹോൾ ഇൻവേഴ്സ് ദറ്റ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ഇതൊരു ഫോമുലയാണ്, റിവേഴ്സൽ ലോ, ഇൻവേഴ്സിൻ്റെ റിവേഴ്സൽ ലോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇതും ശരിക്കും ഒരു ഫോമുലയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വയ്ക്കാം. ഇഫ് എ ഈസ് എ നോൺ സിംഗുലർ മെട്രിക്സ് ആൻഡ് എ സ്ക്വയർ ദറ്റ് ഇസ് ഈക്വൽ ടു ഐ, ദസ് എ ഇൻവേഴ്സ് ഈസ് എ. അവിടെ എ ഇൻവേഴ്സ് എ ആയാലാണ് ഇത് പോസിബിൾ ആവുള്ളൂ. എപ്പോഴും നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ബി ദറ്റ് ഇസ് ഈക്വൽ ടു ഐ ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. എ ബി ദറ്റ് ഇസ് ഈക്വൽ ടു ഐ ആണെങ്കിൽ എ ഇത് ഇൻവേഴ്സാണ് ബിയുടെ, അല്ലെങ്കിൽ ബി എന്ന് പറയുന്നത് എയുടെ ഇൻവേർട്ടബിൾ ആണ്. ഇൻവേഴ്സ് അല്ലെങ്കിൽ ഇൻവേർട്ടബിൾ എക്സിസ്റ്റ് ചെയ്യുമ്പോഴാണ് ഐ മെട്രിക്സ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത് കിടക്കുന്നത് രണ്ടും പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഒന്ന് ഇൻവേഴ്സും ഒന്ന് ഇൻവേർട്ടബിളും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതും ഒരു പോയിൻ്റായിട്ട് എഴുതാം, ഈ ഒരു പോയിന്റ് എഴുതാം. പിന്നെ ഇത് റിവേഴ്സൽ ലോ എന്ന് എഴുതിയിട്ട് ഇതിനെയും ഒരു പോയിൻ്റായിട്ട് എഴുതണം നിങ്ങൾ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If B is a non-singular matrix and A is a square matrix such that B inverse AB exists, ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, then determinant B inverse AB is equal to. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡിറ്റർമിനൻറ്റ് ബി ഇൻവേഴ്സ്. അപ്പോൾ നമുക്ക് ഡിറ്റർമിനൻറ്റ് ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 1 ഡിറ്റർമിനൻറ്റ് ബി ആണ്. ഇതിൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഡിറ്റർമിനൻറ്റ് ബി ഇൻവേഴ്സ്, ഈ കാണുന്ന ബി ഇൻവേഴ്സ് ആണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇനി ഞാനൊരു കാര്യം ചെയ്യുകയാണ്, ഇവിടുന്ന് നമുക്ക് പറഞ്ഞിരിക്കുന്ന ഡിറ്റർമിനൻറ്റ്, അതായത് ബി ഇൻവേഴ്സ്, അതായത് ഡിറ്റർമിനൻറ്റ് ബി ഇൻവേഴ്സ് എ ബി എടുത്തു. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു, എനിക്കിതിനെ എങ്ങനെ എഴുതാം? കാരണം ബി ഇൻവേഴ്സ് ആണെങ്കിൽ ഡിറ്റർമിനൻറ്റ് ബി ഇൻവേഴ്സ്, പിന്നെ ഡിറ്റർമിനൻറ്റ് എ, ഡിറ്റർമിനൻറ്റുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ അങ്ങനെ വരുന്നത് കണ്ടോ, ബി, ഇങ്ങനെ എഴുതാം എല്ലാം. ഇവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്യാം, ഈ ഡിറ്റർമിനൻറ്റ് ബി ഇൻവേഴ്സിനെ എനിക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, 1 ഡിറ്റർമിനൻറ്റ് നമുക്ക് ബി എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഡിറ്റർമിനൻറ്റ് എ വരും, ഇവിടെ നിന്ന് എന്താ ഡിറ്റർമിനൻറ്റ് ബി വരും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് എന്താ കിട്ടുന്നത്, ഡിറ്റർമിനൻറ്റ് എ കിട്ടി. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ഏതാണെന്ന് നോക്കൂ, ഓപ്ഷൻ ഡി ആണ് ഓപ്ഷനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 21st. ഇഫ് എ ഈക്വൽ ടു 0 1 2 1 2 3 3 1 1 then the sum of all diagonals entries of A inverse. അപ്പോൾ ആക്ച്വലി ഇത് ഡയഗണൽ എൻട്രീസ് ഓഫ് എ ഇൻവേഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ എ ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യണം. എ ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മെട്രിക്സിൻ്റെ കോഫാക്ടർ മെട്രിക്സ് എടുക്കണം. കോഫാക്ടർ മെട്രിക്സ് എടുക്കുമ്പോൾ നമുക്കറിയാലോ, മൈനർ എടുത്ത് സൈൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കോഫാക്ടർ കിട്ടും. അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടാൽ അഡ്ജോയിൻറ്റ് മെട്രിക്സ് കിട്ടും. അഡ്ജോയിൻറ്റ് മെട്രിക്സിനെ ഡിറ്റർമിനൻറ്റ് എ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എ ഇൻവേഴ്സ് കിട്ടും. അപ്പോൾ ഇത്രയും വർക്ക് ചെയ്യാന്ന് വെച്ചാൽ മിനിമം 5 മിനിറ്റ് 6 മിനിറ്റ് എടുക്കും. അപ്പോൾ നമുക്ക് അവിടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്, ഒരിക്കലും ഡയഗണൽ എലമെൻറ്റ്സ് ട്രാൻസ്പോസ് കണ്ടാൽ ചേഞ്ച് വരില്ല.
അപ്പം അതിനാൽ ഡയഗണൽ എലമെൻറ്റ്സ് സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ട്രാൻസ്പോസ് കണ്ടു നോക്കിയാൽ അറിയാം. അപ്പോൾ ഇതിൻ്റെ ഞാൻ ട്രാൻസ്പോസ് എക്സാമ്പിൾ എടുക്കുന്നതാണ്. ഇതിൻ്റെ ഒരു ട്രാൻസ്പോസ് കാണുകയാണ്. അതായത് 0 1 2. ഇനി ഇതിൻ്റെ ട്രാൻസ്പോസ് 1 2 3. ഇനി ഇതിൻ്റെ ട്രാൻസ്പോസ് 3 1 1. അപ്പോൾ 0 2 1. നോക്കി 0 2 1. അപ്പോൾ അതേപോലെയാണ് കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നത്. അപ്പോൾ ഞാനിത് എ മെട്രിക്സിൻ്റെയാണ് ട്രാൻസ്പോസ് എടുത്തത്. ഇനി കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്താലും മാറ്റം വരില്ല. അപ്പോൾ സം ഓഫ് ഓൾ ഡയഗണൽ എൻട്രീസ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഡയഗണലിൻ്റെ മാത്രം എന്ത് ചെയ്യുക, കോഫാക്ടർ എടുക്കുക. അപ്പോൾ കോഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ കോഫാക്ടർ ഓഫ് 0 0. അപ്പോൾ അതായത് A11ൻ്റെ കോഫാക്ടർ നമുക്ക് എന്താ ചെയ്യേണ്ടത് കണ്ടോ, ഇതും പോയി ഇതും പോയി. അപ്പോൾ ഇവിടുന്ന് 2 3 1 1. ഇനി A22ൻ്റെ കോഫാക്ടർ, അപ്പോൾ ഇതും പോയി ഇതും ഇതും പോയി. അപ്പോൾ നമുക്ക് 0 3 2 1. ഇനി A33യുടെ കോഫാക്ടർ, അപ്പോൾ ഇവിടുന്ന് 3 3. A33 എന്ന് വെച്ചാൽ ഇത്. അപ്പോൾ 1ൻ്റെ കോഫാക്ടർ അതായത് 0 1 1 2. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെ വാല്യൂസ് കാണാം. അപ്പോൾ 2 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു -1. ഇനി 0 - 6 ദാറ്റ് ഈസ് ഈക്വൽ ടു -6. ഇവിടെ 0 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു -1. അപ്പോൾ ഇതെല്ലാത്തിൻ്റെയും കണ്ടു. ഇനി ഇതിലേക്ക് സൈൻ ചെല്ലണ്ട, കാരണം ഇത് 2 ഇത് 4 ആണ്, ഇത് 6 ആണ്. അപ്പോൾ ഇതൊക്കെ ഈ സെയിം, മാറ്റം ഉണ്ടാവില്ല. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് ഡിറ്റർമിനൻറ്റ് എയും കൂടി നമുക്കറിയാം. A ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻറ്റ് എ ആണ് ബൈ ഡിറ്റർമിനൻറ്റ് എ ആണ്. അപ്പോൾ ഇത് തന്നെ ആയിരിക്കും അഡ്ജോയിൻറ്റ് എയിലെ എലമെൻറ്റ്സ്, മെയിൻ ഡയഗണൽസ്. അപ്പോൾ ഇനി ഇതിനെ ഡിറ്റർമിനൻറ്റ് എ കൊണ്ട് എന്ത് ചെയ്താൽ മതി, ഡിറ്റർമിനൻറ്റ് എ ഫൈൻഡ് ചെയ്യാം. എന്നിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. എന്നിട്ട് ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടി. പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ട് വേഗം ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിറ്റർമിനൻറ്റ് എന്ന് വെച്ചാൽ 0 ആകുമ്പോൾ എടുക്കണ്ട. അപ്പോൾ -1 ഇൻറ്റു -1 ഇൻറ്റു ഇതും പോയി കഴിഞ്ഞാൽ നമുക്ക് 1 3 3 1. ഇനി നെഗറ്റീവ് പോസിറ്റീവായി 2 ഇവിടെ പോയി കഴിഞ്ഞാൽ 1 2 3 1. ഓക്കെ, അതായത് -1 ഇവിടെ 1 - 9 +2 ഇൻറ്റു 1 - 6. അതായത് -1 ഇൻറ്റു ഇവിടെ -8 +2 ഇൻറ്റു -5. അതായത് 8 - 10 ദാറ്റ് ഈസ് ഈക്വൽ ടു -2. അപ്പോൾ ഡിറ്റർമിനൻറ്റ് -2 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ -2 എന്ന് പറയുന്ന ഡിറ്റർമിനൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യുക, ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ സം ഓഫ് ദ ഡയഗണൽസ് അല്ലേ കാണാൻ പറഞ്ഞേക്കുന്നത്. സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു -2 -1 by -2 plus -6 by -2 plus -1 by -2. That means 1 by 2 plus ഇവിടെ നിന്ന് എന്താ വന്നിരിക്കുന്നത് 3 plus 1 by 2. That means ആൻസർ 4 ആണ്. 4 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കുക, 4E. ഇതാണ് നമുക്ക് ഇവിടുന്ന് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ലെറ്റ് f of x that is equal to x 3 7 2x 2 7 6x if x equal to -9 is a root of f of x equal to 0 then the other roots are. അപ്പോൾ ഇതല്ലാത്ത മറ്റു റൂട്ട്സ് ഏതാണ് എന്ന്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഡിറ്റർമിനൻറ്റിനെ ഇവിടെ 2 + 3 അല്ല 2 + 7 9 ആണ്, 6 + 3 9 ആണ്, 7 + 2 9 ആണ്. അപ്പോൾ എല്ലാം ഞാൻ എന്ത് ചെയ്യുക കേട്ടോ, ഈ റോയിലേക്ക് ആഡ് ചെയ്യുക, ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യാൻ എടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഈ മെട്രിക്സിനെ ഞാൻ ആഡ് ചെയ്യാണ്. അപ്പോൾ x + 9 ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യാണ്, x + 9 x + 9. അപ്പോൾ ഈ ഒരു റോയ്ക്കാണ് നമ്മൾ ചേഞ്ച് വരുന്നത്. R1 ടെൻഡ്സ് ടു R1 + R2 + R3. ഇനി ബാക്കി 2x 2 7 6 x. അപ്പോൾ ഇങ്ങനെ എഴുതി. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് എന്താ ചെയ്യാൻ പറ്റുക, ഇവിടുന്ന് x + 9 ഞാൻ ഔട്ട് സൈഡിൽ എടുത്തു. x + 9 ഔട്ട് സൈഡിൽ എടുത്താൽ 1 1 1 2x 2 7 6 x ഇത് വന്നു. ദിസ് ഈസ് ഈക്വൽ ടു x + 9. ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യുക, ഇവനെ ഫിക്സ് ചെയ്യാം അല്ലെങ്കിൽ ഇവനെ ഫിക്സ് ചെയ്യാം. അപ്പോൾ 1 2 7 ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് 0. അപ്പോൾ x - 2 6 - 7. ഇനി ഇവനെ ഫിക്സ് ചെയ്ത 0
അപ്പോൾ 2 മൈനസ് ഇത് 0 ആയി മാറി. ഇനി എക്സ് മൈനസ് 7 ആയി മാറി. ഓക്കെ, അപ്പോൾ ഈ ഡയഗണലാണ് ഇതിൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 9 ഇൻറ്റു നമുക്ക് എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 7. അപ്പോൾ ഇവിടുത്തെ ആൻസേഴ്സ് ഏതൊക്കെയാണ്? എക്സ് ഈക്വൽ ടു -0 ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് എക്സ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 2, എക്സ് ഈക്വൽ ടു 7. അപ്പോൾ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് ഏത്? എക്സ് ഈക്വൽ ടു -9. അപ്പോൾ പിന്നെ 2, 7 എന്നുള്ള ആൻസർ ഉണ്ടോ? അപ്പോൾ ഓപ്ഷൻ എന്താണ്? 2, 7. ഈ ഓപ്ഷനാണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എക്സാമിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിൻ്റെ വാല്യൂ എടുക്കാനാണ്. അതിപ്പോൾ ശരിക്കും ഞാൻ കാണിച്ചു തരേണ്ട കാര്യമില്ല അല്ലേ. ഇത് ഏതാണ്? 1 ഇൻറ്റു 3 ആണ്. ഇവിടെ 3 ഇൻറ്റു 3 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻറ്റ് 1 ഇൻറ്റു 3 കിട്ടും. ഇതിനെ എന്ത് ചെയ്യണം? ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാണ്. 1 ഇൻറ്റു 1 1 പ്ലസ് 2x പ്ലസ് ഇവിടെ നിന്ന് എന്ത് തോന്നുന്നു? 5. ഓക്കെ, ഇനി അടുത്ത എലമെൻ്റ് ആണെങ്കിലോ ഇവിടെ. അപ്പോൾ 3 പ്ലസ് 5x പ്ലസ് 3. ഓക്കെ, അടുത്തതാണെങ്കിൽ ഇവിടെ എന്താ വരുന്നത്? 2 പ്ലസ് എക്സ് പ്ലസ് 2. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 1 ഇൻറ്റു 3 കിട്ടി. ഇനി ഇതിനെ 1, 2, 3 കൊണ്ട് 1, 2 എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്ത് ദിസ് ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് തന്നെയല്ലേ തന്നെ 1 പ്ലസ് 2x പ്ലസ് 5. ഇനി ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് 2 ഇൻറ്റു ഇവിടെ 5 എന്ന് 6 എന്ന് എഴുതാലോ എനിക്ക്. 6 പ്ലസ് 5x പ്ലസ് എക്സ് ഇൻറ്റു ഇവിടെ എന്ത് ചെയ്യാം? 4 പ്ലസ് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു 0. ഇവിടെ നിന്ന് എന്ത് തോന്നുന്നു? 6 പ്ലസ് 2x പ്ലസ് ഇവിടെ 12 പ്ലസ് 10x പ്ലസ് ഇവിടെ എന്ത് തോന്നുന്നു? 4x പ്ലസ് എക്സ് സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2x ഇവിടെ നോക്കൂ, 12x 12 16. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 16x പ്ലസ് ഇത് രണ്ടും കൂടി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 18 ദാറ്റ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഓക്കെ, എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. ഇവിടെ 15 ആണ്. അപ്പോൾ 1 ഇൻറ്റു 15 ഇവിടെ 15 ആണ്. അപ്പോൾ ഇവിടെ 15 ആകുമ്പോൾ ഇവിടെ 16 വരും. ഇവിടെ 16ഉം അപ്പോൾ ഇവിടെ 28 വരും കേട്ടോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഈ പറയുന്ന ആൻസറിലേക്ക് എത്തുന്നില്ല, അതാണ് ഞാൻ അവിടെ നോക്കിയത്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഏതെങ്കിലും 2 നമ്പർ ആഡ് ചെയ്താൽ, അപ്പോൾ 2ഉം 14ഉം. അപ്പോൾ 2ഉം 14ഉം നോക്കി, നമ്മുടെ 2 ഉണ്ട് 14 ഉണ്ട്. ഇതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും കറക്റ്റ് ആവാം അല്ലേ. എക്സ് മൈനസ് 14 എക്സ് മൈനസ് 2 ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ടും പ്ലസ് ആണെങ്കിൽ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ഇത്, രണ്ടും കൂടി ആഡ് ചെയ്താൽ ഇത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എക്സ് ഈക്വൽ ടു -14ഉം എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു -2. ഓക്കെ, കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഞാനിവിടെ എവിടെയാണ് തെറ്റ് എന്ന് നോക്കിയതാണ്. അപ്പോൾ മനസ്സിലായി. ഇവിടെ എന്താണ്? 15 ആണ്. ഞാനിവിടെ 5 ആണ് എഴുതിയത്. അപ്പോൾ നിങ്ങൾ നോട്ടീസ് ചെയ്തില്ലേ? അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ ഏതാ? ഇത് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇതും കൊടുക്കാം. അപ്പോൾ ഇനി ഒരെണ്ണമാണ് തന്നിട്ടുണ്ടെങ്കിൽ ഏതാണോ കറക്റ്റ് അത് ആൻസർ ചെയ്യാം. അപ്പോൾ 23rd ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 24th ക്വസ്റ്റ്യൻ. ഇഫ് എ ഈക്വൽ ടു 2x 0x x ആൻഡ് എ ഇൻവേഴ്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു എ that is equal to 1 0 negative 1 2 then x equal to. അപ്പോൾ എ ഇൻവേഴ്സ് എക്ക് ഈക്വൽ ആണ്. അപ്പോൾ എ ഇൻവേഴ്സ് എക്ക് ഈക്വൽ ആണെങ്കിൽ ഇത് രണ്ടും നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഇവിടെ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്ജോയിൻറ്റ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ എ ഇൻവേഴ്സ് എടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് അഡ്ജോയിൻറ്റ് എ എടുക്കണം. അഡ്ജോയിൻറ്റ് എ എടുക്കണമെങ്കിൽ നമുക്ക് കോഫാക്ടർ മെട്രിക്സ് വേണം. കോഫാക്ടർ മെട്രിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പരസ്പരം ഡയഗണൽസ് പരസ്പരം ചേഞ്ച് ചെയ്തു. പിന്നെ ഇതിനെ പരസ്പരം ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ എക്സും ഇവിടെ 0യും വന്നു. ഓക്കെ, അപ്പോൾ ഇത് കോഫാക്ടർ മെട്രിക്സാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇതിനും സൈൻ, 0ക്ക് സൈൻ വേണ്ട. ഇനി നമുക്ക് അഡ്ജോയിൻറ്റ് കാണാം. അപ്പോൾ അഡ്ജോയിൻറ്റ് കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ട്രാൻസ്പോസിനാണ് അഡ്ജോയിൻറ്റ് എന്ന് പറയുന്നത്. എക്സ് മൈനസ് എക്സ്. അപ്പോൾ ഇവിടെ 0, ഇവിടെ നിന്ന് എന്ത് വന്നു? 2x. ഓക്കെ, ഇതിൻ്റെ ട്രാൻസ്പോസിനാണ്.
ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഡിറ്റർമിനൻറ്റ് എ കൊണ്ട് ചെയ്യണം. ഡിറ്റർമിനൻറ്റ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 2x² മൈനസ് 0. അപ്പോൾ ഡിറ്റർമിനൻറ്റ് 2x² ആണ്. അപ്പോൾ ഇതിനെ കണ്ടോ ഇൻവേഴ്സ് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ 2x² കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇത് ഓരോന്നിനെയും ഇപ്പോൾ എ ഇൻവേഴ്സ് നെറ്റ് റിസൾട്ട് എ ഇൻവേഴ്സ് എന്താ, ഇതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ x/2x², പിന്നെ 0 മൈനസ് x/2x², പിന്നെ 2x/x². ഓക്കെ, അപ്പോൾ ഇതാണ് എ ഇൻവേഴ്സ് മെട്രിക്സ് എ ഇൻവേഴ്സ്. അപ്പോൾ ഇതാണ് എന്തിന് ഈക്വൽ, ഇതിന് ഈക്വൽ. ഓക്കെ, അപ്പോൾ ഇവിടെ 0 വന്നു, ഇവിടെ 0 കറക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഇപ്പോൾ ഈ ഒരേ എലമെൻറ്റ്, അപ്പോൾ x/2x² ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇതൊന്നും കട്ട് ചെയ്ത് പോയി. അപ്പോൾ 1/2x ദാറ്റ് ഈസ് ഈക്വൽ ടു 1, വിച്ച് ഇംപ്ലൈസ് എനിക്ക് എന്ത് ചെയ്യാം, ഈ എക്സിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു x. ഇപ്പോൾ ഇവിടെ എവിടെ നോക്കിയാലും നോക്കിക്കോ, ഇത് കണ്ടോ 2/x ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ 2/x ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ x ഈക്വൽ ടു എന്താ വരുന്നത്, 1/2. ഈ 2വിനെ ഇങ്ങോട്ട് എടുത്തു, എക്സിനെ അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ഏത് ഇക്വേറ്റ് ചെയ്താലും നമുക്ക് കറക്റ്റ് എക്സിന് 1/2 കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ, ബി ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് ഡിറ്റർമിനൻറ്റ് എക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് ഡിറ്റർമിനൻറ്റ് x 2x x² x 6 x 6 is equal to ax raised to 4 bx cube cx² dx e, then ഇതിൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു 5a + 4b + 3c + 2d + e ദാറ്റ് ഈസ് ഈക്വൽ ടു. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇതിന് എന്ത് ചെയ്യേണ്ടി വരും, എക്സ്പാൻഷൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് എക്സ്പാൻഷൻ ചെയ്യണേ, ഇതിനെ x ഇൻറ്റു ഈ ഇവിടെ നിന്ന് ഇതും പോയി കഴിഞ്ഞാൽ x 6 ഇനി -2 ഇൻറ്റു x² 6 x 6 ഇനി പ്ലസ് x ഇൻറ്റു ഇതും പോയാൽ x² x. ദിസ് ഇസ് ഈക്വൽ ടു ആണ് നമുക്കിവിടെ തന്നിരിക്കുന്ന ഈ ax raised to 4 + bx cube + cx² + dx + e എന്നുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ 6 - 6 0 ആയി മാറി. -2 ഇൻറ്റു ഇവിടുന്ന് 6x² - 6x + x ഇൻറ്റു നമുക്ക് ഇവിടുന്ന് എന്ത് വരും, x³ - x². ദിസ് ഇസ് ഈക്വൽ ടു ax raised to 4 + bx cube + cx² + dx + e. ഓക്കെ, ഇനി ഇവനെ ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ -12x² + 6 2 കൂടി 12x + x raised to 4 - x³. ഓക്കെ, ഇനി ഞാൻ ഇവനെ ഒന്ന് ഓർഡറിൽ എഴുതാൻ പോവാം. ഇവനെ ഒന്ന് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ x raised to 4 - x³ - 12x² + 12x. ഓക്കെ, 12x പ്ലസ് കോൺസ്റ്റൻ്റ് ഇല്ല, അപ്പോൾ 0. അപ്പോൾ ഇവിടെ എയുടെ വാല്യൂ, ഓരോന്നിൻ്റെയും വാല്യൂ നമുക്കിവിടെ നോക്കാം. ഇവിടെ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഏതാ വരുന്നത്, 1. ഇനി ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഏതാ വന്നിരിക്കുന്നത്, b ദാറ്റ് ഈസ് ഈക്വൽ ടു -1. ഓക്കെ, ഇനി സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ വന്നിരിക്കുന്നത്, -12. ഇനി ഡിക്ക് കറസ്പോണ്ടിങ് എന്താ വന്നിരിക്കുന്നത്, 12. ഇനി ഇക്ക് കറസ്പോണ്ടിങ് എന്താ, 0. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെയും കിട്ടി. ഇനി ഇവിടെ എന്താ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്, ഇനി നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് 5a. അപ്പോൾ 5 ഇൻറ്റു a അതായത് 1 പ്ലസ് ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് 4b. അപ്പോൾ 4 ഇൻറ്റു -1 പ്ലസ് 3c. അപ്പോൾ 3 ഇൻറ്റു c -12 ഇനി പ്ലസ് 2d 2 ഇൻറ്റു d 12 പ്ലസ് e 0. ഇനി ഇത് ഫൈൻഡ് ചെയ്താൽ നമ്മുടെ വാല്യൂ ആയി. അപ്പോൾ 5 -4 -36 + 24. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് -12 ആയി അല്ലേ. ഇത് രണ്ടും കൂടി ചെയ്താൽ 1. അപ്പോൾ ഇവിടെ -12 -11 എന്ന ആൻസർ ഉണ്ടോ നോക്കി. ഓക്കെ, -11 എന്ന ഓപ്ഷൻ ഉണ്ട്. കറക്റ്റ് ഓപ്ഷൻ ഇതാണ്. അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ എങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്ന്.
-11 ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്. നമുക്ക് ഇത്തിരി സ്പീഡ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. മെട്രിക്സ് ആയ കാരണം നമുക്ക് ഈസി ആയിട്ട് അവിടെ ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ 1 1 ഡിറ്റർമിനൻറ്റ് 1 1 A B C B + C C + A + B. ഇതിൽ ഏതാണ് വാല്യൂ എന്ന് ഇത് പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റും. എന്താ കാരണം വെച്ചാൽ ഇതിനെ ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യാം. ഇത് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്താൽ 1 1 1 ഇവിടെ A B C ഇവിടെ A + B + C A + B + C A + B + C A + B + C ഔട്ട് സൈഡിലേക്ക് എടുത്താൽ ഇവിടെ വരുന്നത് 1 1 ആണ്. അപ്പോൾ സെയിം 2 കോളം റിപ്പീറ്റഡ് ആയിട്ട് വന്നാൽ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനൻറ്റ് ഈസ് 0 നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടി. ഇപ്പോൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഒരുവിധം പോയിൻറ്റ്സുകളെല്ലാം തന്നെ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ചില പോയിൻറ്റ്സുകൾ നിങ്ങൾ നോട്ട് ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ പോയിൻറ്റ്സുകളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്തെടുക്കണം. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ട് താഴെ മെൻഷൻ ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് എല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.